മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. ഗുജറാത്തിൽ വിമാനാപകടം. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ വിമാനം തകർന്നു വീണു. എയർപോർട്ട് പരിസരത്ത് വ്യാപകമായി കറുത്ത പുക ഉയരുകയാണ്. അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, യാത്രാ വിമാനം തന്നെയാണോ തകർന്നു വീണത്? എന്താണ് വിശദാംശങ്ങൾ? ദിവ്യ, പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം വിമാന അപകടമുണ്ടായെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എയർപോർട്ട് പരിസരത്ത് നിന്ന് വ്യാപകമായി കറുത്ത പുക ഉയരുന്നുവെന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിമാനം. എയർ ഇന്ത്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. അഹമ്മദാബാദ് വിമാനത്താവളത്തിലല്ല, മറിച്ച് വിമാനത്താവളത്തിനടുത്താണ് അപകടമുണ്ടായെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ബാക്കി വിവരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എന്തായാലും യാത്രക്കാരുണ്ടായിരുന്ന വിമാനമെന്നുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ്. ഇത് ഔദ്യോഗികമായി വിമാനത്താവള അധികൃതർ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും വിമാനം അപകടത്തിൽപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് ഈ ആദ്യ നിമിഷത്തിൽ പുറത്തുവരുന്ന. എയർ ഇന്ത്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപമാണ് അപകടമുണ്ടായെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കറുത്ത പുക ഈ വിമാനത്താവള പരിസരത്ത് നിന്ന് ഉയർന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും അഗ്നിശമന സേന അടക്കമുള്ള രക്ഷാപ്രവർത്തന യൂണിറ്റുകൾ ഈ മേഖലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്ന് തന്നെ ഗുജറാത്ത് സർക്കാർ വ്യക്തമാക്കുകയാണ്. അപകടം ഏത് തരത്തിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അപകടം ഉണ്ടായെന്നുള്ള കാര്യത്തിൽ വരും നിമിഷങ്ങളിൽ മാത്രമായിരിക്കും ഒരു വ്യക്തത ഉണ്ടാവുക. എയർ ഇന്ത്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്നുള്ള ആദ്യ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ രക്ഷാപ്രവർത്തന യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദിവ്യ. യെസ് അരവിന്ദ്, എത്ര മണിയോടുകൂടി അപകടമുണ്ടായെന്നാണ് അറിയുന്നത്? ദിവ്യ, അല്പസമയം മുമ്പാണ് ഗുജറാത്ത് വിമാനത്താവളത്തിന് സമീപത്ത് നിന്ന് വലിയ പുകകൾ ഉയരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും പിന്നാലെ അഗ്നിശമന യൂണിറ്റുകൾ ഇങ്ങോട്ട് പോയതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെടാനുണ്ടായിരുന്ന എയർ ഇന്ത്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. വരും നിമിഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. യാത്രക്കാരുണ്ടായിരുന്ന വിമാനമാണ്. രക്ഷാപ്രവർത്തന യൂണിറ്റുകൾ ഇപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അഗ്നിശമന സേന, അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ സേന അടക്കമുള്ളവർ ഇങ്ങോട്ട് എത്തുകയാണ്. കൂടുതൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുവെന്ന് തന്നെ മനസ്സിലാകുന്നു. വലിയ രീതിയിൽ പുക അവിടെ നിന്ന് വിമാനത്താവള പരിസരത്ത് നിന്ന് ഉയരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മറ്റ് അപകടങ്ങൾ അല്ലെങ്കിൽ ആളപായമോ അതുപോലെ എന്തൊക്കെ തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വരും നിമിഷങ്ങളിൽ മാത്രമായിരിക്കും അറിയാൻ സാധിക്കുക. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് പ്രഥമ പരിഗണനയെന്ന് ഗുജറാത്ത് സർക്കാർ വ്യക്തമാക്കുന്നു. എയർപോർട്ട് പരിസരത്താണ് ഇപ്പോൾ എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടത്. അല്ലെങ്കിൽ എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടതെന്നുള്ള കാര്യത്തിലെല്ലാം വരും നിമിഷങ്ങളിൽ മാത്രമായിരിക്കും ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. യാത്രക്കാരുണ്ടായിരുന്ന എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടു എന്നുള്ള ആദ്യ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ദിവ്യ. യെസ്, ഇത് അഹമ്മദാബാദ് എയർപോർട്ട് അതോറിറ്റി തന്നെയാണോ ഇങ്ങനെ ഒരു അപകട വാർത്ത ഔദ്യോഗികമായി അറിയിച്ചത് അരവിന്ദ്? അത്തരത്തിൽ വിമാനത്താവള അധികൃതരുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. വിമാനത്താവളത്തിന്റെ മതിലിൽ ഇടിച്ച് വിമാനം തകർന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 130 യാത്രക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക്